കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ഹാപ്പിനെസ്സിനെ കുറിച്ച് അത്യാവശ്യം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ റീസെൻ്റ് ആയിട്ടാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നത്. ഏത് ട്രാപ്പിനെ കുറിച്ചാണോ ഞാൻ ആൾക്കാരൊക്കെ വാർണിംഗ് കൊടുക്കൽ, ആൾക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ, അതേ ട്രാപ്പിൽ ഞാനും പെട്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ചിന്ത ഉണ്ടാവും, ഞാൻ വൺസ് ആ ഒരു GT650 വാങ്ങിക്കഴിഞ്ഞാൽ ഹാപ്പി ആവും, ഞാൻ സ്കൂൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ആവും, എനിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും, എൻ്റെ ഡ്രസ്സൊക്കെ ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആവും, ഞാൻ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും എന്നൊക്കെ. അപ്പോൾ ഞാനും UP-യിലും ഹൈസ്കൂളിലൊക്കെ പഠിച്ച ടൈമിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ വേണം, നല്ല ലക്ഷറി ഐറ്റംസ് ഒക്കെ വേണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചുറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അതായത് ഫാമിലിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ നിന്നാണെന്നുണ്ടെങ്കിലും നാട്ടുകാരൊക്കെ നിന്നാണെങ്കിലും ഒക്കെ അതിൽ കുറച്ചൊരു ചിന്തിക്കണ പോലെ ഉണ്ടെങ്കിൽ, കുറച്ചിട്ടോ വല്ലാതല്ല, കുറച്ചൊക്കെ ചിന്തിക്കണ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓല് നമുക്ക് എന്താ പറഞ്ഞുതരാം, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു ഗോളായിരിക്കണം എന്നുള്ള രീതിയിൽ. അതായത് എപ്പോഴും നിങ്ങളെ ലൈഫ് ഹാപ്പി ആവണം, നിങ്ങൾ ജീവിക്കേണ്ടത് ഒരു ഹാപ്പി ലൈഫാണെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഒരു കുറച്ച് ലെവലിൽ എത്തിയല്ലോ കേട്ടോ, ഞാൻ വലിയ ടോപ്പ് ഫിലോസഫേഴ്സിനല്ല പറയുന്നത്, പറ്റടിയിലുള്ളവർ പിന്നെ അങ്ങനെ ഒന്നും ചിന്തിക്കുകയല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്ത്, നമ്മളെ ലൈഫ് മൊത്തത്തിൽ ഹാപ്പി ആവണം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടില്ലെങ്കിൽ, നമ്മൾ എപ്പോഴും ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു മൈൻഡ് സെറ്റ് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്യണം. അവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഹാപ്പിനെസ്സിന് നമുക്ക് ഒരിക്കലും ഒരു ഗോളായിക്കാണ്ട് കാണാൻ പറ്റില്ല. യു കനോട്ട് പെർസ്യൂ ഹാപ്പിനെസ്. ഇപ്പോൾ ഒരാൾ ഹാപ്പിനെസ്സിനെ ഗോളാക്കിയോ, ഏത് നിമിഷമാണോ ഓൻ അതിനൊരു ഗോളാക്കിയത്, ആ നിമിഷം തൊട്ട് ഓൻ്റെ ലൈഫ് എന്താവും, മിസറബിൾ ആവാൻ തുടങ്ങും. ഓൻ എപ്പോഴും നേരെ ഓപ്പോസിറ്റിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക, ഹാപ്പിനെസ്സിലേക്കല്ല. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഏകദേശം ഒരു 18 അറൗണ്ട് ആ ഒരു ഏജൊക്കെ ആയപ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുമില്ല. പിന്നെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് പറയുന്നത് ഏകദേശം എല്ലാവർക്കും ഈ സംഭവം അറിയുണ്ടാവുമല്ലോ എന്നുള്ള രീതിയിലാണ്. നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണോ തോന്നുന്നത് അതിനേക്കാരം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനേക്കാരം ബാക്കിയുള്ളവരും ചെയ്യാമെന്നൊരു ചെറിയൊരു ചിന്താഗതി ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ അതേപോലെ തന്നെ ഞാനും വിചാരിച്ചത് ഇത് അത്ര വലിയ റിലവൻറ്റ് ടോപ്പിക്കൊന്നും അല്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഈ അടുത്താണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഫവാസ് അലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെമ്പർ, മൂപ്പര് പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കണം, ഔട്ട്ലൈസ് ക്ലബിൻ്റെ ഉള്ളിൽ ഒരു ലൈവ് സെഷൻ എടുത്തത്, ഒരു വർക്ക്ഷോപ്പ് രീതിയിൽ. അപ്പോൾ മൂപ്പര് ഈ ഒരു ടോപ്പിക്കിൽ ഭയങ്കര എക്സ്പേർട്ടായ ആളോ സൈക്കോളജി പഠിച്ച ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളൊന്നല്ല. ബട്ട് മൂപ്പര് വായിച്ച അറിവുകൾ, അതേപോലെ തന്നെ വീഡിയോസ് കണ്ടതും, അതുപോലെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതും അറിവുകൾ വെച്ചിട്ട് കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഹാപ്പിനെസ് പാരഡോക്സ് എന്ന് പറഞ്ഞാണ്ട് ഒരു വർക്ക്ഷോപ്പ് എടുത്തു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി ഈ സംഭവം ഒന്നുകൂടി കത്തി. ഓക്കെ, ഇതിന് കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇങ്ങനൊക്കെ ഒരു സംഭവം ഇതിൽ ഉണ്ടല്ലേ, ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ എന്നാലും എനിക്കൊരു ഡൗട്ട് തന്നെ, എന്ത് ഇതൊരു വീഡിയോ ഉണ്ടാക്കാൻ മാത്രം ഉണ്ടോ ഹാപ്പിനെസ്സിനെ കുറിച്ച്, അത്ര വലിയൊരു പ്രശ്നമാണത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ബാഡ് ഹാബിറ്റ്സ്, പോൺ അഡിക്ഷൻ, അത് ഇത് വർക്കൗട്ട് ഇല്ലാതെ ഇങ്ങനെ ആകെ അഡിക്റ്റഡ് ആയിക്കാണ്ടും അതേപോലെ സ്ക്രോൾ ചെയ്താണ്ടൊക്കെ തന്നെ ജീവിക്കുന്ന ആ ഒരു ലൈഫ് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഇതൊക്കെ ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ സൊസൈറ്റിയിൽ കാണുന്ന പ്രശ്നമാണ്. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത്ര വലിയൊരു പ്രശ്നമാണോ എന്നുള്ളത് എനിക്ക് അപ്പോഴൊരു ഇതില്ലേനു, ഒരു ഉറപ്പില്ലേനു. പിന്നെയാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായത്. ഞങ്ങൾ ഈ മാസത്തെ തീം എന്ന് പറയുന്നത് ഔട്ട്ലൈസ് ക്ലബിൻ്റെ ഉള്ളിൽ ഗോൾ സെറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഗോൾസ് സെറ്റ് ചെയ്താണ്ട് അതിലൊരു ക്ലാരിറ്റി, ലൈഫിലൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതിലാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, അങ്ങനെ ഒരു തീം വെച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ക്രിയേറ്ററിനെ കൊടുന്നു ഗസ്റ്റായിട്ട് ഒരു വർക്ക്ഷോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ മിസ് ചെയ്തിരുന്നു. മറ്റേ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ആഴ്ചയും വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ഇല്ലായിരുന്നു, ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും ലോങ് ആണെന്നുണ്ടെങ്കിലും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ എൻ്റെ റൂട്ടീനാകെ കൊളായിരുന്നു. എൻ്റെ സ്ലീപ്പിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും, എൻ്റെ ലൈഫിൽ ഡീപ്പ് വർക്ക്, അതേപോലെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത്, സ്ക്രിപ്റ്റ് എഴുതുന്നത്, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ ആകെ ഒരു മെസ്ഡപ്പായി. അപ്പോൾ ഞാനെന്താ വിചാരിച്ചു വെച്ചാൽ റമദാനാണ്, അപ്പോൾ എല്ലാവരെയും അവസ്ഥ അങ്ങനെ തന്നെ കയറാം, പ്രൊഡക്ടിവിറ്റി കുറവന്നെ കയറാം എന്നുള്ള രീതിയിലാണ്. അത് മാറ്റിയതിൻ്റെ ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, കഴിഞ്ഞ വീഡിയോ ഇട്ടത് റമദാനിൽ എങ്ങനെ പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളത്. അവിടെ നിന്ന് കുറച്ചൊരു ചേഞ്ച് വരുത്തണം എന്നുള്ള ആ ഒരു ഗോൾ വെച്ചപ്പോൾ. ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ ഒരു പെർഫെക്റ്റ് രീതിക്ക്, അല്ലെങ്കിൽ ഞാൻ സാധാരണ എത്തുന്ന ആ ലെവലിലേക്ക് എത്തിയിട്ടില്ലേനും. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചാൽ റമദാൻ അത്രയ്ക്ക് തന്നെ പറ്റുള്ളൂ, ആ റൂട്ടീനൊക്കെ അത്ര പക്കായിക്കാണ്ട് പോലൊക്കെ ഭയങ്കര ടാസ്ക് കയറും, കാരണം നമുക്ക് ആ ഒരു ഇത് സ്ട്രക്ചർ മാറില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ക്രിയേറ്ററിനെ ഞങ്ങൾ കൊടുന്നപ്പോഴാണ്, ഗസ്റ്റ് ആയിക്കാണ്ട് കൊടുന്നപ്പോഴാണ്, ഒരു കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഡീപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, ഓർക്ക് ഇപ്പോഴും ഡിസിപ്ലിൻ ഉണ്ട്, നല്ല റൂട്ടീനൊക്കെ ഉണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ജസ്റ്റ് റമദാൻ ഒരു എക്സ്ക്യൂസ് ആയിക്കാണ്ട് യൂസ് ചെയ്യുകയാണെന്നുള്ളത്. പക്ഷെ അതല്ല പ്രശ്നം, അതല്ല. അത് അങ്ങനെ കണ്ടപ്പോൾ, ഓരിങ്ങനെ പോസ്റ്റ് ചെയ്യണതും ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വർക്ക് ഇടുന്നതിൻ്റെ പകരം, ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ പകരം ഞാൻ കമ്പാരിസൺ മോഡിലേക്ക് പോയി. ഇവരെ മാത്രമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എൻ്റെ മറ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള, ഓലൊക്കെ അക്കൗണ്ട് എടുത്താണ്ട് ഇവർക്ക് എത്ര വ്യൂസ് വരുന്നുണ്ട്, ഇവർക്ക് എത്ര ഫോളോവേഴ്സ് വരുന്നുണ്ട്, ഇവർക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്, ഇവരെ കണ്ടൻറ്റ് എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട്, ഇവർ ഓരോ ദിവസം എത്രത്തോളം ഗെയിൻ ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ നോക്കി കുത്തിർക്കാണ്. അതായത് നിങ്ങളൊക്കെ ഈ കേട്ടിട്ടുണ്ടാവും ഈ ഒരു കോട്ട് എന്ന് പറയുന്നത്, നമ്മളെ സ്വന്തം ഗാർഡനിൽ വെള്ളം ഒഴിക്കണതിൻ്റെ പകരം ബാക്കിയുള്ള ഗാർഡനൊക്കെ പച്ചയാണോ, അവിടെയൊക്കെ പൂവ് ഉണ്ടായിക്കണോ എന്ന് ഇങ്ങനെ പോയി വെക്കുക. നമ്മളിവിടെ വെള്ളം ഒഴിച്ചാലല്ലേ നമ്മളെ ഗാർഡനിൽ പൂവോ അല്ലെങ്കിൽ ചെടിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പകരം ബാക്കിയുള്ള ഓല എന്താ ചെയ്യണമെന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ സംഭവമാണ് ഞാനും ചെയ്യാൻ ആരംഭിച്ചത്. ദ മൊമെൻറ്റ് ഐ സ്റ്റാർട്ടഡ് ടു കമ്പയർ മൈസെൽഫ് ടു അതർ പീപ്പിൾ, വാട്ട് ഹാപ്പൻഡ് ഈസ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ഒരു ഞാൻ മര്യാദക്കൊന്നും ചെയ്യണില്ലേ, ഞാൻ പെർഫോം ചെയ്യണില്ല,
ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ വെറുതെ വേസ്റ്റ് ആക്കുകയാണ്, എന്താ ഈ ഷാമേജ് ഇങ്ങനെ, ആ ഒരു രീതിയിലുള്ള ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രം, ഒരു നെഗറ്റീവായിട്ടുള്ള ഉള്ളിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് നോയ്സ് വരിക. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയ ഗോൾസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്, ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതിനെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെ കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും ആ ഫോൾഡർ തുറന്ന് നോക്കി കഴിഞ്ഞാലേ കാണുള്ളൂ. അതും അതിൽ ഗോൾസ് മാത്രമേ കാര്യമായിട്ട് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു, ഓക്കെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ആ സംഭവങ്ങളൊക്കെ ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ എടുത്തിട്ട് ന്യൂസ് പ്രിൻ്റൊക്കെ എടുത്ത് ഇങ്ങനെ എഴുതി ഇറ്ററേറ്റ് ചെയ്ത് കുറച്ച് A4 എടുത്താണ്ട് അതിൽ 3 മാസത്തെ, അതുപോലെ 6 മാസത്തെ, 12 മാസത്തൊക്കെ ഗോൾസുകളൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തു. എന്നിട്ട് ഈ ഗോൾസിൽ നിന്ന് ബാക്ക് വർക്ക് ചെയ്താണ്ട് പേഴ്സണൽ ലൈഫിലേക്കും കണ്ടൻറ്റിലേക്കുള്ള സിസ്റ്റംസ് റൈറ്റ് ചെയ്തു. അതുപോലെ കണ്ടൻറ്റിലേക്കുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടത്, ഓരോ ടൈപ്പ് സാധനം, ഇപ്പോൾ വാല്യൂ ബേസ്ഡ് ഉണ്ടാവും, റീച്ച് ബേസ്ഡ് ഉണ്ടാവും, അങ്ങനെ ഓരോ കണ്ടൻറ്റുകൾ ഉണ്ടാവും. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്താണ്ട് ഒക്കെ എന്ത് ചെയ്തു, എല്ലാത്തിനും ഒരു സിസ്റ്റം, ആക്ഷൻ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഒന്നാമത് എനിക്ക് മോട്ടിവേഷൻ ഇല്ലാത്തല്ല എൻ്റെ മെയിൻ പ്രശ്നം, എനിക്ക് പക്ക ഒരു ക്ലാരിറ്റി ഇല്ലേനു. എന്ത് ഗോൾസ് വേണം എന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ അത് എന്നും കാണുന്ന രീതിയിൽ ഞാൻ ഇവിടെ വെച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസും സിസ്റ്റംസും ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്നു, അതൊരു പുറത്തേക്ക് എടുത്തുകൊണ്ട് എഴുതി വെച്ചിട്ടില്ലായിരുന്നു, ഒരു സിസ്റ്റാക്കി എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻ്റ്ലി എൻ്റെ റൂട്ടീനൊക്കെ ഇങ്ങനെ കൊളാവലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ പേപ്പറിൽ A4 എഴുതിയിട്ട് ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു, ഗോൾസ്, സിസ്റ്റംസ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ശേഷം എന്തായി, എനിക്ക് വീണ്ടും ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമത്തെ ഫോളോവേഴ്സൊക്കെ ഒന്നിങ്ങനെ പതുക്കെ അനങ്ങാൻ തുടങ്ങി. കുറേ കാലമായിട്ട് സ്റ്റക്കായി കിടക്കുന്നു. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും നമുക്ക് തിരിച്ച് വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്, ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ ഒരു തീഫാണ് എന്നുള്ളത്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട്, അതൊരു ലെസണാണ്, അതും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഹാപ്പിനെസ് പാരഡോക്സിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഞാൻ അപ്പോൾ തീരുമാനിച്ചു. ഓക്കെ, ഇതൊരു റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആദ്യം ഈ ഒരു സംഭവത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൺസെപ്റ്റുകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആ സംഭവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്ന കൺസെപ്റ്റാണ് ദ ഒപ്പോണൻറ്റ് പ്രോസസ് തിയറി. മെയിനായിട്ട് ഇമോഷൻസിൻ്റെ കേസിലാണ് ഇത് എഫക്റ്റ് ആവുക. അപ്പോൾ ഈ ഒപ്പോണൻറ്റ് പ്രോസസ് തിയറി എന്താ പറയണമെന്നുള്ളത് ഞാൻ ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് ഞങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ ഇത്രേ ഉള്ളൂ, നമുക്ക് ഏതൊരു ഇമോഷണൽ സ്റ്റിമുലസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും, അതായത് നമ്മുടെ ഉള്ളിൽ ഇമോഷൻ ഇവോക്ക് ഉണ്ടാക്കുന്ന എന്തൊരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ സ്റ്റേറ്റ് എ എന്ന് പറഞ്ഞൊരു ഇമോഷനും വരും, പിന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റേറ്റ് ബി എന്ന് പറഞ്ഞൊരു ഇമോഷനും ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്, അതിൻ്റെ ഒരു ഒപ്പോണൻറ്റ് എന്നുള്ള രീതിയിൽ. അതായത് നമുക്കൊരു ഫിയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിനൊരു റിലീഫ് ഉണ്ടാവും. നമുക്ക് പ്ലഷർ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പെയിൻ ഉണ്ടാവും. നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബോർഡ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റും ട്രൂ ആണ്. അതായത് എന്തോ ഒരു ഇമോഷൻ വരികയാണ്, സ്റ്റേറ്റ് എ ഇമോഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഇമോഷൻ അതിന് ഫോളോഡ് ആയിട്ട് വരും. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കാനാണ്. അതായത് മനുഷ്യന്മാരൊരു എപ്പോഴും ഒരു ഇക്വിലിബ്രിയത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ശ്രമിക്കുക. നമ്മൾ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പീക്ക് ഉണ്ടെങ്കിൽ അതിനെന്തായാലും എന്തുണ്ടാവും, ഒരു ട്രഫ് ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മളെ ബേസ് ലൈനിലേക്ക് എത്തും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒപ്പോണൻറ്റ് പ്രോസസ് തിയറിയിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിന് ഹാപ്പിനെസ്സിൻ്റെ റിലവൻസ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും ഫസ്റ്റ് എക്സാമ്പിൾ 2 ഗ്രാഫാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫിങ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം, ഡ്രഗ്സ്, പോൺ, സ്ക്രോളിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമാണ് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കണമെന്നാണ്. പിന്നെ രണ്ടാമത്തെ ഗ്രാഫ് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഫസ്റ്റ് നമുക്ക് പെയിൻഫുള്ളും പിന്നെ പ്ലഷറും ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് നല്ല രീതിയിൽ ഡോപ്പമിൻ കിട്ടും. ഇത് ഡോപ്പമിൻ്റെ ഗ്രാഫല്ല, അത് പ്ലഷറിനാണ്. നല്ല രീതിയിൽ പ്ലഷർ ഉണ്ടാവും. പിന്നെ അയാൾക്ക് അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ക്രാഷ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഗിൽറ്റ്, പെയിന് എന്തായാലും ഉണ്ടാവും, പക്ഷേ വലിയൊരു എമൗണ്ട് ഉണ്ടാവില്ല, ചെറിയ രീതിയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അയാൾ ഏകദേശം ഒരു 100ാമത്തെ വട്ടമൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ കൺസിസ്റ്റൻ്റ്ലി യൂസ് ചെയ്ത് ഒരു 100ാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോൾ അതിനുള്ള പ്ലഷറും പെയിനും, അത് ഫോളോ ചെയ്യുന്ന പെയിനും ഏകദേശം ഒരേ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. പ്ലഷറും ഒരു മീഡിയം ലെവലിലേക്ക് ഉണ്ടാവും, അതേ ലെവലിലേക്ക് എന്ത് എത്തിയിട്ടുണ്ടാവും, ഒരു പെയിൻ എത്തിയിട്ടുണ്ടാവും. ഈ 100 എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് എടുത്താട്ടോ. പിന്നെ അയാൾ ഏകദേശം ഒരു 1000 വട്ടമൊക്കെ ചെയ്യുമ്പോഴത്തേനും ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴത്തേനും, അതായത് ഇപ്പോൾ 1000 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ഒരു വട്ടമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്രയായി, 3-4 കൊല്ലമായല്ലോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ടൊക്കെ എത്തുമ്പോഴത്തേനും എന്തായി, അങ്ങനെ ആവണം എന്നില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാണ്. ചെറിയ പ്ലഷറേ പിന്നെ കിട്ടണുള്ളൂ, പക്ഷേ അതിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ അതിന് ഫോളോ ആയിട്ട് വരുന്ന ഈ റിപ്പീറ്റഡ് ആയിട്ട് ഈ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന പ്ലഷർ വളരെ കുറവാണ്, അത് കഴിഞ്ഞ് വരുന്ന പെയിന് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മളതിനെ അഡിക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പെയിൻ അത്രയും കൂടുതലായി, നമ്മളത് ചെയ്ത് അതിന് കിട്ടുന്ന പ്ലഷർ വളരെ കുറവാണ്, പക്ഷേ അതിനുള്ള പെയിന് വളരെ കൂടുതലാണ്. അപ്പോൾ ആ പെയിനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നോർമൽ മനുഷ്യനെ കണ്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആൾക്കാർ അതിൽ വീണ്ടും എൻഗേജ് ചെയ്യും. മനസ്സിലായോ?
അപ്പോൾ അതിനുള്ള ഫസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ പ്ലഷർ ഉണ്ട്. ആ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യേണ്ടവ. പക്ഷേ പിന്നീട് എന്തായി, ആകെ നമ്മൾ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ആ ഡിപ്രസ്ഡ് നിന്ന് നോർമൽ ആളാവാൻ വേണ്ടിയിട്ടായിരിക്കും അത് യൂസ് ചെയ്യേണ്ടവ. അതൊന്ന്. ഓക്കെ, ഇനി രണ്ടാമത്, ഇത് നേരെ റിവേഴ്സിലാണെന്നുണ്ടെങ്കിലും ശരിയാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ നോർമലി കോൺസ്റ്റൻ്റ്ലി ഹാപ്പിനെസ് ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ ഉണ്ടാവുക. ഇപ്പോൾ പാർട്ടി, ഡ്രഗ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേസ് ചെയ്യാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ചേസ് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫൈങ് ആയിരിക്കും. അത് നമ്മളിങ്ങനെ ചെയ്യുന്നതോറും അതിൻ്റെ ഇത് എന്താ പറയുക, പ്ലഷർ കുറഞ്ഞു വരും, പെയിന് കൂടി വരും. എന്നാൽ അതേസമയം നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവങ്ങൾ, അതായത് ഹെൽത്തി പെയിൻ ഉണ്ടാവുന്ന സാധനങ്ങളിലാണ് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ റീഡിങ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ മാരത്തോൺ ഓടാൻ പോകുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എക്സ്പീരിയൻസ്. അതിന് വലിയൊരു സന്തോഷം കിട്ടുന്നില്ല. ബട്ട് എന്തായാലും അവിടെ ഒരു പ്ലഷർ ഉണ്ടാവും, അതേപോലെ പെയിനും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കംഫർട്ട് ആയതുകൊണ്ട് തന്നെ ഡിസ്കംഫർട്ട് ഓർ പെയിൻ നല്ലോണം ഉണ്ടാവും, പ്ലഷർ വളരെ കുറവായിരിക്കും. പക്ഷേ അയാൾ അതിലിങ്ങനെ കണ്ടിന്യൂസ്ലി എൻഗേജ് ചെയ്യുന്നത് കൊണ്ട് ഈ ഫസ്റ്റ് ഗ്രാഫിൽ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ഒപ്പോണൻ്റ് പ്രോസസ് തിയറി പ്രകാരം എന്താവും, ഈ ഫസ്റ്റ് ഇമോഷൻ സ്റ്റേറ്റ് എ എന്ന് പറഞ്ഞ ഇമോഷൻ്റെ പവർ കുറഞ്ഞു വരും. സ്റ്റേറ്റ് ബി എന്ന് പറയുന്ന ഇമോഷൻ്റെ ഇൻറ്റൻസിറ്റിയും അതേപോലെ ഡ്യൂറേഷനും കൂടി വരും. അപ്പോൾ ഒരു 100ാമത്തെ പ്രാവശ്യം എത്തുമ്പോഴത്തേനും രണ്ടും ഏകദേശം ഒരേപോലെ ആവും. അതിന് വരുന്ന പെയിനും അതിന് കിട്ടുന്ന പ്ലഷറും ഒരേപോലെ ആവും. പിന്നെ നമ്മളൊരു 1000 വട്ടം കുറേ വട്ടമൊക്കെ ചെയ്താണ്ട് ആ ലെവൽക്കൊക്കെ എത്തുമ്പോഴത്തേനും ഇതിൽ നിന്നുള്ള പെയിന് വളരെ കുറവായിരിക്കും, പക്ഷേ ഇതിൽ നിന്നുള്ള പ്ലഷർ എന്താവും, നല്ല രീതിയിലുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡേവിഡ് ഗോഗിൻസ് ഒക്കെ. ഇപ്പോൾ മൂപ്പരൊക്കെ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂപ്പര എന്ത് ചെയ്യണം, മൂപ്പര അതിലൂടെ ഇങ്ങനെ കടത്തി വിടുന്നതോടുകൂടി മൂപ്പര അതിൽ നിന്ന് വരുന്ന ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ പെയിൻ അത്രയും കുറഞ്ഞു വരും. അതിൽ നിന്ന് മൂപ്പർക്ക് കിട്ടുന്ന ഒരു ഫുൾഫിൽമെൻറ്റ്, റിയൽ ഹാപ്പിനെസ് എന്താവും, കൂടി വരും. അപ്പോൾ അതാണ് ഒപ്പോണൻ്റ് പ്രോസസ് തിയറി ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, ഇനി നമുക്ക് സംസാരിക്കാനുള്ളതാണ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തരുന്ന ഒരു ഇല്യൂഷൻ, നമ്മളെ പറ്റിക്കാണ് ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞെന്നാണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 90% മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ നല്ല പൈസ ഉണ്ട് എന്നുള്ളത്, കാറുണ്ട്, ബൈക്കുണ്ട്, ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് കയ്യിൽ ആക്ച്വലി മെറ്റീരിയൽ പൊസിഷൻ ഉണ്ടായതുകൊണ്ട് നമുക്കത് വീഡിയോ ഒക്കെ എടുത്താണ്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കാം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ റിവാർഡ് ചെയ്യുക ആരായിരിക്കും, ഇങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കണ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇഷ്ടംപോലെ അങ്ങനത്തെ റീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂസ് ഉണ്ടാവും നമുക്ക് ബാക്കിയുള്ളവരെ കാണിക്കുമ്പോൾ. എന്നാൽ അതേസമയം നമുക്ക് സോഷ്യൽ മീഡിയയിൽ എന്ത് കാണിക്കാൻ പറ്റില്ല, നമ്മൾ ഉള്ളിലുള്ള സംഭവങ്ങൾ നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പോലത്തെ വീഡിയോസൊക്കെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ബട്ട് സ്റ്റിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് മറ്റേത് മെറ്റീരിയൽ ഐറ്റംസ് പോർട്രേ ചെയ്യുന്ന പോലെ റീൽസിലും ഷോർട്സിലൊക്കെ കാണിക്കുന്നത് പോലെ നമ്മൾ ഉള്ളിൽ നമുക്ക് ഫുൾഫിൽമെൻ്റ് ഉണ്ട്, നമ്മളെ പർപ്പസിനെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ പേഴ്സണൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആളാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ വർക്കിൽ. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് അങ്ങനെ കണ്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ആണ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റിവാർഡ് ചെയ്യുന്ന സംഭവം ഈ മെറ്റീരിയൽ സംഭവങ്ങളായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവും, സാഡ്നെസ് ഉണ്ടാവും, എല്ലാ ഇവൻസും ഉണ്ടാവും, എല്ലാ സംഭവങ്ങളും മോൾക്കും പോവും അടിക്കും പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഓല് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്, ഇപ്പോൾ ഞാനൊരു നോർമൽ കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ അതൊരു ക്രിയേറ്ററാണ്, മറ്റേതൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അയാളല്ല ലൈഫിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രമായിരിക്കും സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ടവ. പ്രത്യേകിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള അച്ചീവ്മെൻറ്റ്സ്, മെറ്റീരിയൽ പൊസിഷൻസ് മാത്രം കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക വെച്ചാൽ, ഓരോ ലൈഫിൽ എപ്പോഴും ഹാപ്പിനെസ് ആണ്, ഓൽക്ക് കാറുണ്ട്, ഓൽക്ക് ബൈക്കുണ്ട്, ഓരോ പെണ്ണുങ്ങളെ കാണാൻ നല്ല ചുരുക്കുണ്ട്, അല്ലെങ്കിൽ ഓരോ ഹസ്ബൻഡ് നല്ല ചുരുക്കുണ്ട്, ഓരോ അടുത്ത് ഇതുണ്ട്, ഓൽക്ക് നല്ല ജോലിയുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമ്മളെ ലൈഫ് പറ്റ മോശമാണെന്നുള്ളത്. ശരിക്കും നമ്മളെ കംപ്ലീറ്റ് ലൈഫും ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കമ്പയർ ചെയ്യണത്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കില്ല. നമ്മളൊരു കൺസ്യൂമർ ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളെ ലൈഫ് മോശമാണ്, ലൈഫ് അടിപൊളിയാണെന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പോകും. അപ്പോൾ ഇതാണ് കുറേ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്, എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നുള്ളൊരു, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് നല്ലൊരു ലൈഫ് അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ദർ ഇസ് നത്തിങ് റോങ് വിത്ത് യു. നിങ്ങളെ പ്രശ്നമല്ല അത്. പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളെ കംപ്ലീറ്റ് ലൈഫ് ലൈഫിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം വെച്ചിട്ടാണ് കമ്പയർ ചെയ്യണമെന്നുള്ള. ഇനി അടുത്തൊരു സംഭവമാണ് സൂപ്പർ നോർമൽ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ. അതായത് നമുക്ക് നാച്ചുറലി നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി തരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് മനുഷ്യന്മാരുടെ ഇടയിലുള്ള കണക്ഷൻസ് ആവാം, റൊമാൻറ്റിക് കണക്ഷൻ ആവാം, അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കണമാവാം, അതുപോലെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയൊരു മധുരം, അതുപോലെ നമ്മൾ ഓരോ സംഭവങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഹണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്തുണ്ട് നേച്ചറിൽ തന്നെ നമ്മൾ ആ സംഭവങ്ങൾ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ സർവൈവൽ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് റിവാർഡുകൾ ഓട്ടോമാറ്റിക് ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ നമ്മളെ പുതിയ മനുഷ്യന്മാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ സ്റ്റിമുലേഷനെ, ഇതിനൊക്കെ ഒരു മയത്തിലുള്ള ഒരു ആവറേജ് ലെവലിലുള്ള സ്റ്റിമുലേഷൻ ഉള്ളൂ. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ എത്രത്തോളം ഹാപ്പിനെസ് കിട്ടും. എന്നാൽ ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം വേർഷൻസ്, ഇതിൻ്റെയൊക്കെ
ആർട്ടിഫിഷ്യൽ വേർഷൻസ് ഇതിനൊക്കെ ഒരു 1x പവർ ഉള്ളൂന്നുണ്ടെങ്കിൽ അതിൻ്റെ 10x അല്ലെങ്കിൽ 100x ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റില്ല, പ്ലഷർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ജോയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാണ്. അതായത് നമുക്ക് നോർമൽ നമ്മളെ മനുഷ്യന്മാരുടെ ഉള്ളിലൊരു റിവാർഡ് പ്രൊഡ്യൂസ് ചെയ്യണതാണ് സാൾട്ട്, ഷുഗർ, ഫാറ്റ്. ഈ 3 സാധനങ്ങളും പണ്ട് ഭയങ്കര റയർ ആയിരുന്നു. സാൾട്ട് ഇപ്പോഴത്തെ പോലെ കടലിൽ നിന്ന് അങ്ങനെ ഒന്നായിട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ സോഡിയം നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് നിന്നും ഹണിയിൽ നിന്നൊക്കെ കിട്ടുക, കാലറീസ് നല്ല ഉണ്ടാവും. അതുപോലെ ഫാറ്റ് എന്ന് പറയുന്നതും കാലറി നല്ല ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളെ എനർജിക്കും ഇതിനൊക്കെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി പെട്ടെന്ന് റിവാർഡ് തരും. പക്ഷേ ഈ 3ൻ്റെയും കോമ്പിനേഷൻ കൂട്ടിയൊരു ബ്ലിസ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു അത്രയൊരു കറക്റ്റ് അളവ്. അത് വെച്ചാണ് ഈ സയൻറ്റിസ്റ്റുകളൊക്കെ എഞ്ചിനീയർ ചെയ്തുകൊണ്ടാണ് കുറേ അടിപൊളി ക്രഞ്ചി ആൻഡ് ചീസി ഒക്കെ ആയിട്ടുള്ള കുറേ ഫുഡുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നമുക്ക് കഴിക്കൽ നിർത്താൻ പറ്റാത്തത്. അതെന്താ വെച്ചാൽ നമ്മളെ ബയോളജി സിസ്റ്റം ഹാക്ക് ചെയ്യുകയാണ് സംഭവം. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതാണ് പറയുന്നത് നമ്മളെ നോർമൽ വേർഷൻസിൻ്റെ 10x അല്ലെങ്കിൽ 100x പ്ലഷർ കിട്ടുന്ന ആർട്ടിഫിഷ്യൽ വേർഷൻസ് ഉണ്ടാക്കിയാണ് ആൾക്കാരെ ഹുക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ സൂപ്പർ നോർമൽ സ്റ്റിമുലേഷനിലൊക്കെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഗെയിംസ് കളിക്കുന്നതായിക്കോട്ടെ, ഫോൺ കാണുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതേപോലെ ജങ്ക് ഫുഡ് കഴിക്കണമായിക്കോട്ടെ, ഇങ്ങനത്തെ പല സാധനങ്ങളും ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിനെ 1 പോയിൻറ്റഡ് അറ്റൻഷനിലേക്ക് എത്തിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ ഫോണൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ എന്തിനേലും കുറിച്ച് ചിന്തിക്കുമോ? ഇല്ല, നമ്മൾ ഫുൾ ഒരു ഫോക്കസ്ഡ് ആയിരിക്കും. അത് 1 പോയിൻറ്റഡ് അറ്റൻഷനാണ്. 1 പോയിൻറ്റ് അറ്റൻഷനെ നമ്മൾ വേറൊരു പേരും കൂടി പറയും. മിഹാലിൻ്റെ ബുക്കിലുള്ള ഫ്ലോ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ഫ്ലോ സ്റ്റേറ്റ്. ഇപ്പോൾ ഫ്ലോ സ്റ്റേറ്റ് ആക്ച്വലി നല്ലൊരു സംഭവമാണ്. പക്ഷേ അത് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സൂപ്പർ നോർമൽ സ്റ്റിമുലേഷനിൽ എൻഗേജ് ചെയ്താണ്ടാകുമ്പോൾ നമ്മളെ മൈൻഡ് പതുക്കെ വീക്കായി തുടങ്ങും. നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി കുറയും, നമ്മളെ അറ്റൻഷൻ സ്പാൻ കുറയും. നമ്മളെ ഫസ്റ്റ് നല്ല രീതിയിൽ ഡോപ്പമിൻ സ്ക്വീസ് ചെയ്താണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ട്രഫിലേക്ക്, അതായത് ഡിപ്രഷൻ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോകും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എന്നാൽ അതേസമയം ഈ ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന വേറെ ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ട്രെയിനിങ് ചെയ്യണത്, നമ്മൾ റീഡ് ചെയ്യണത്, നമ്മൾ പഠിക്കണത്, നമ്മൾ ബിസിനസ്സോ എന്തെങ്കിലും കൂടെ അതിൽ വേണ്ടി വർക്ക് ചെയ്യണത്, ഡീപ്പ് വർക്ക് ചെയ്യണത്, ബിൽഡ് ചെയ്യണത്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, കുറച്ച് ചലഞ്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നല്ല സംഭവങ്ങൾ ചെയ്യുമ്പോൾ ആക്ച്വലി ഇതെന്താ ചെയ്യുക, ഇതും 1 പോയിൻറ്റ് അറ്റൻഷൻ തന്നെ തരിക. പക്ഷേ നല്ല രീതിയിലായിരിക്കും. നമ്മളെ അറ്റൻഷൻ സ്പാനും ഫോക്കസും അതേപോലെ ഫുൾഫിൽമെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടി തരുന്ന സംഭവങ്ങളായിരിക്കും. ഇനി അടുത്ത സംഭവമാണ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഡിസ്ട്രോയ് ചെയ്യുന്ന വേറൊരു കാരണമാണ് ഈ എസ്കേപ്പിംഗ് യുവർ ഇന്നർ വോയിസ് എന്നുള്ളത്. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഞാനൊക്കെ CA പഠിക്കുന്ന ടൈമിൽ, പഠിക്കുമ്പോഴല്ല മെയിനായിട്ട് ഞാൻ ട്രെയിനിങ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ പറയണ പോലെ എനിക്ക് തോന്നിയാണ്, യു ആർ മോർ ദാൻ ദിസ്, യു ആർ ക്യാപ്പബിൾ ഓഫ് മോർ, യു ഹാവ് മോർ പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിൽ. ഇതല്ല ഇഷാമിന് ഇനിയും കഴിവുണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ കേൾക്കണ പോലെ എനിക്ക് തോന്നലുണ്ട്, അല്ലെങ്കിൽ എന്നോട് തന്നെ ഞാൻ പറയണ പോലെ. അപ്പോൾ നമ്മൾ ഇത് സംഭവം നെഗറ്റീവ് വോയിസ് അല്ല കേട്ടോ, നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവില്ല, എന്നെ കൊണ്ടൊന്ന് കയ്യിലിടാന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം ഒക്കെ തോന്നുന്നത്, അതല്ല സംഭവം. അത് കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എൻ്റെ ഉള്ളിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ആ വോയിസിനെ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ എന്താണ്ടാവുക വെച്ചാൽ എനിക്ക് ലൈഫിൽ ഹാപ്പിനെസ് വളരെ കുറവായിരിക്കും. ഞാൻ ആ വോയിസിൽ ലിസൺ ചെയ്തു, അതിൻ്റെ ശേഷമാണ് ഞാൻ CA ക്വിറ്റ് ചെയ്താണ് എൻ്റെ സ്വന്തം പാത്തിലേക്ക് ഞാൻ വന്നത്, ഈവൻ ദോ സെമി ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും. അപ്പോൾ പല ആൾക്കാരും, ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും ഇപ്പോൾ ഒരു 80s അല്ലെങ്കിൽ മരിക്കാനൊക്കെ ആവണ ആ ഒരു ടൈം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫിസിക്കലും ഇതിലൊന്നും വല്ലാതെ കാര്യങ്ങൾ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ലാത്ത ടൈം ഉണ്ടാവുമല്ലോ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇവരുടെ പല ആൾക്കാരും ഒരു റിഗ്രറ്റാണ്, അതിന് മുമ്പ് തന്നെ ഉണ്ടാവില്ല 40-50കളിലൊക്കെ ഓല തന്നെ ഒരു ലൈഫിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു റിഗ്രറ്റാണ്, ഞാൻ കുറച്ചുകൂടി റിസ്ക് എടുത്തിരുന്നെങ്കിൽ, ഞാൻ വേറൊരു പാത്ത് ട്രൈ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ആ സംഭവം ചെയ്തിരുന്നെങ്കിൽ, ഈ സംഭവം ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഒക്കെ എൻ്റെ ലൈഫ് ഒന്നുകൂടി മെച്ചപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് അന്ന് അങ്ങനെ തോന്നിയതിന് പക്ഷേ ഞാൻ എന്ത് ചെയ്തില്ല, ഞാനൊരു കവാർഡ് ചെയ്യാണ്ട് ഞാൻ അതിനെ ആ ഒരു സംഭവം പെർസ്യൂ ചെയ്തില്ല എന്നുള്ളൊരു റിഗ്രറ്റ് പല ആൾക്കാർക്കും വരലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് നമ്മുടെ ഉള്ളിൽ നമ്മളതിനെങ്ങനെ ലിസൺ ചെയ്യാതെ നമ്മളതിനെ വല്ല ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷനോ പോണോ എന്തെങ്കിലുമൊക്കെ വെച്ചാണ്, ഡ്രഗ്സൊക്കെ വെച്ചാണ് അതിനെങ്ങനെ മാറ്റി നിർത്തുകയാണ്, അതിന് ഡിസ്ട്രാക്റ്റഡ് ആക്കി നമ്മളെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ സൈലൻ്റ് ആക്കി വെക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സൈലൻ്റ് ആവില്ല. അതിൻ്റെ സ്ട്രെങ്ത്ത് ഇങ്ങനെ കൂടി വരുള്ളൂ. പിന്നെ ആ ഒരു കുത്തൽ എന്ന് പറയുന്നത് കുറച്ച് പ്രായം കഴിയുമ്പോൾ വലിയ കുത്തലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇന്നർ വോയിസ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിസൺ ടു ഇറ്റ് വിൽ ഓൺലി ഹെൽപ്പ് യു ടു ഗ്രോ. ഓക്കെ, നമ്മൾ ഒരുപാട് ഇപ്പോൾ ഹാപ്പിനെസ് ഡിസ്ട്രോയ് ആവാനുള്ള കാരണങ്ങൾ പറഞ്ഞു, നെഗറ്റീവ്സ് പറഞ്ഞല്ലോ. നമുക്ക് കുറച്ച് പോസിറ്റീവ്സ് പറയാം, അല്ലെങ്കിൽ ഹാപ്പിനെസ് ശരിക്കും എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് തന്നെ നെവൽ ലവികാന്ത് പറയുന്ന ഒരു സംഭവമാണ്, ഹാപ്പിനെസ് ഈസ് ആക്ച്വലി പീസ് ഓഫ് മൈൻഡ്. അധികം ആൾക്കാരും ഹാപ്പിനെസ് എന്ന് വിളിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്നറിയോ, പീസ് ഓഫ് മൈൻഡാണ്. അതായത് കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ബ്ലാബർ ചെയ്തുകൊണ്ടിരിക്കാതെ, നമ്മളോട് ഉള്ളിൽ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് തരാതെ, നമുക്ക് ഒരു ആക്ടിവിറ്റി തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന, മൾട്ടിപ്പിൾ ചിന്ത ഒരേ ടൈമിൽ വന്നാണ്ട് മൈൻഡ് വാണ്ടറിങ് ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സമാധാനപ്പെട്ടൊരു മൈൻഡ്. എ മൈൻഡ് ദാറ്റ് ഈസ് നോട്ട് നോയ്സി, എ മൈൻഡ് ദാറ്റ് ഈസ് ഫോക്കസ്ഡ്, എ മൈൻഡ് ദാറ്റ് ഈസ് ഫുള്ളി എൻഗേജ് ഇൻ വാട്ട് എവർ ഇറ്റ് ഈസ് ഡൂയിങ് റൈറ്റ് നൗ. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ സയൻസിലും സൈക്കോളജിയിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഫ്ലോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ, എന്നാൽ അതേസമയം അത് നമുക്ക് ടു ഈസും അല്ല ടു ഹാർഡും അല്ല,
കറക്റ്റ് ചലഞ്ചിങ് ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു ഇൻറ്റേർണൽ ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്ക് വേറെ ചിന്തകളൊന്നുമില്ല, നമ്മൾ ടൈം പോകുന്നത് അറിയില്ല, നമ്മളും ആ ആക്റ്റും ഒന്നായ പോലെ അങ്ങനത്തെ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മൾ ടൈം ഒന്നും പോകണം അറിയാതെ നമ്മൾ അതിലും കണ്ട് ചെയ്താണ് പിന്നെ പെട്ടെന്ന് നമ്മൾ അറിയണ്ടാവും എത്ര സമയമൊക്കെ ആയോ, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവല്ലോ, അതിനാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് പീസ് ഓഫ് മൈൻഡാണ്. പീസ് ഓഫ് മൈൻഡ് ആക്ച്വലി ക്രിയേറ്റ്സ് ഹാപ്പിനെസ്. അതുപോലെ തന്നെ ഈ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ സംഭവമാണ്, ഏകദേശം ഒരു 5 ഡയമെൻഷൻസ് ഓഫ് വെൽബീയിങ് ആണ് നമ്മൾ മനുഷ്യന്മാർക്കുള്ളത്. ഈ 5 സംഭവങ്ങൾ നമുക്ക് അത്യാവശ്യം ഒരു നല്ല ലെവൽക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഹാപ്പിനെസ് എന്താവും, ഒരു സൈഡ് എഫക്റ്റ് ആയിക്കാണ്ട് ഉണ്ടാവും നോർമലി. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ പീസ് ഓഫ് മൈൻഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാമത്താണ് ഫിസിക്കൽ വെൽബീയിങ്. ഫിസിക്കൽ വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഏത് ടൈപ്പ് എക്സസൈസ് ആയിക്കോട്ടെ. നമ്മൾ മനുഷ്യന്മാർ ഈസ് ഡിസൈൻഡ് ടു മൂവ്, ഈസ് ഡിസൈൻ ടു റൺ, ഹണ്ട്, ബിൽഡ്, ഫൈറ്റ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തത്, അല്ലാതെ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, എന്തെങ്കിലും ഒരു ടൈപ്പ് മൂവ്മെൻറ്റ് എന്നും വേണം. അതുപോലെ തന്നെ നമ്മളെ സ്ട്രെസ്സ് ബസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് വേണം, ഫിസിക്കൽ വെൽബീയിങ് വേണം. പിന്നെ രണ്ടാമത്താണ് ഇൻ്റലക്ച്വൽ വെൽബീയിങ്. ഇൻ്റലക്ച്വൽ വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ, നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആവുന്ന ടൈം നമുക്ക് നല്ല രീതിയിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മൾ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയും, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് പഠിക്കണ പോലെ തോന്നില്ല, നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ആണ് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാരൻസിനോടും ഒപ്പമുള്ളവരോടൊക്കെ ഇങ്ങനെ ഡൗട്ടുകൾ ചോദിക്കും, അത്രയും ചെറിയ കുട്ടിയാകുമ്പോൾ. പിന്നീട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സംഭവം സംഭവിക്കുകയാണ്. എന്തോ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ രീതിയിലുള്ള സാധനങ്ങളൊന്നും പോസിബിൾ അല്ല. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം പോസിബിളാണെന്നുള്ളത്. പക്ഷേ പിന്നെ ഒരു പറഞ്ഞുതരും ഇങ്ങനത്തെ സാധനമൊന്നും പോസിബിൾ അല്ല, കുറച്ചുകൂടി സേഫായിട്ട് ചിന്തിക്കുക, കുറച്ചുകൂടി എന്ത് ചെയ്യുക, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസുകൾ വെക്കുക. ഈ ഒരു അക്കൗണ്ടൻറ്റ്, ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുക. അപ്പോൾ എന്താവും, എനിക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടാവും. ആ രീതിയിലൊക്കെ പറഞ്ഞു തരുമ്പോൾ ആ ഒരു ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി നമ്മളൊക്കെ നഷ്ടപ്പെടുകയാണ്. പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫുൾഫിൽമെൻ്റ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് എപ്പോഴും ഇൻ്റലക്ച്വലി ക്യൂരിയസ് ആയ ആൾക്കാരാണ്. പുതിയ കാര്യങ്ങളെക്കുറിച്ച്, പുതിയ ഐഡിയകളെക്കുറിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് ലൈഫ് ലോങ് പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്താണ് റിലേഷണൽ വെൽബീയിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കെയർ ചെയ്യുന്ന, നമ്മളെക്കുറിച്ച് കെയർ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടെങ്കിലും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് പാർട്ണർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ചലഞ്ചസൊക്കെ ഷെയർ ചെയ്യാനും ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഒറ്റ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ റിലേഷണൽ വെൽബീയിങ്. ഇനി നാലാമത്താണ് ഇമോഷണൽ വെൽബീയിങ് എന്നുള്ളത്. അവിടെ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക എന്ത്, നെഗറ്റീവ് ഇമോഷൻസ് ആർ പാർട്ട് ഓഫ് ലൈഫ്. എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഒരാളെ ലൈഫ് ഹാപ്പി ആവണമെന്നില്ല, കോൺസ്റ്റൻ്റ്ലി ഹാപ്പി ആയാലും ഒരാളെ ലൈഫ് നല്ലതാവുള്ളൂ എന്നൊന്നുമില്ല. നെഗറ്റീവ് ഇമോഷൻസ് നമ്മളിപ്പോൾ മറ്റേ ചൈനീസ് സിമ്പിൾ ഉണ്ടല്ലോ, ഇൻ ആൻഡ് യാങ്, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെ നമുക്കൊരു രാവുണ്ടെങ്കിൽ ഒരു പകലുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ, അതിൽ മഴ ഉണ്ടെങ്കിൽ വെയിലുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവായി തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവിലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോർമലാവും അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ഇമോഷൻസ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. പക്ഷേ സ്റ്റിൽ റിഗാർഡ്ലെസ് ഓഫ് ഹൗ ഐ ഫീൽ ഐ ക്യാൻ സ്റ്റിൽ ബി ഇൻ എ ഗുഡ് മൂഡ്. എപ്പോഴും പറ്റണമെന്നില്ല, എന്നാലും അലക്സ് ഹോർമോസി പറയണതാണ് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ എന്ത് ചെയ്യുക, നല്ല മൂഡിൽ ഇരിക്കുക എന്നുള്ളത്. അത് ശരിക്കും ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇമോഷണൽ വെൽബീയിങ് അതിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ ലാസ്റ്റ് വണ്ണാണ് സ്പിരിച്വൽ അല്ലെങ്കിൽ പർപ്പസ് വെൽബീയിങ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും ജീവിതത്തിൽ എന്ത് ചെയ്യുക, ഒരു മീനിങ് ആയിട്ടുള്ള സംഭവം ചെയ്യുക. കോൺസ്റ്റൻ്റ്ലി നമ്മളെക്കുറിച്ച് നമുക്ക് അതാവണം ഇതാവണം നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ എനിക്ക് നമ്മൾ മനുഷ്യന്മാരൊക്കെ പണ്ടൊക്കെ ചിന്തിച്ചതെന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിറ്റി വൈസ് ചെയ്യും. നമ്മളെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആണല്ലോ, നമ്മളൊരു ഗ്രൂപ്പായി ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മളെന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലും ഈ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഒക്കെ ഒരു ഇത് വരിക അങ്ങനെയാണ്. അതേസമയം ഇപ്പോൾ നമ്മളെ കൂടുതൽ ചിന്ത വരുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ലൈഫ് ഇൻ്റെത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ മീ എന്നുള്ള കോൺസ്റ്റൻറ്റ് ചിന്താഗതി വന്നാൽ തന്നെ അത് ഹാപ്പിനെസ്സിനെ സ്റ്റീൽ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പർപ്പസ്ഫുൾ ആയിട്ട് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകൾ, മീനിങ് ആയിട്ടുള്ള വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ ഹാപ്പിനെസ്. ഇപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 5 സംഭവങ്ങളൊക്കെ അലൈൻ ചെയ്ത് വരുമ്പോൾ, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് എന്താവും, ഒരു സൈഡ് എഫക്റ്റായി വരും. അല്ലാതെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വൺസ് ഐ റീച്ച് ദെയർ ഹാപ്പിനെസ് വിൽ കം ഓട്ടോമാറ്റിക്കലി വിൽ ബി ദെയർ ഓട്ടോമാറ്റിക്കലി എന്നുള്ള രീതിയിൽ അതിനൊരു ഗോളോ ഒരു ഡെസ്റ്റിനേഷനോ ആയി കണ്ടാണ്ട് അതിനെ ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ആൾക്കാരാണുള്ളത്. മൂപ്പര് എന്താ പറയുക, ഫവാസ് അലി മൂപ്പര് ഇതിൽ പറഞ്ഞു, പ്രസൻറ്റേഷനിൽ പറഞ്ഞത്. അതായത് ഹെഡോണിക് ട്രെഡ്മില്ലിൽ പോകുന്ന ആൾക്കാരും അതുപോലെ യുഡൈമോണിക് ട്രെഡ്മില്ലിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ യുഡൈമോണിക് ഹാപ്പിനെസ്സിനെ ചേസ് ചെയ്യുന്ന ആൾക്കാരും. ഹെഡോണിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു പ്ലഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിനെ ചേസ് ചെയ്യാണ്, പ്ലഷറിനെ ചേസ് ചെയ്യാണ്, മെറ്റീരിയലിസ്റ്റിക് ഐറ്റംസിനെ ചേസ് ചെയ്യാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്ന കരുതിയാണ് അങ്ങനെ ചേസ് ചെയ്യാം. ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫിങ് ആയിട്ടുള്ള യുഡൈമോണിക് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് അയാൾ മീനിങ് ആയിട്ടുള്ള വർക്ക് ചെയ്യണത്, അയാൾ ഉള്ള കാര്യത്തിൽ ഗ്രേറ്റ്ഫുൾ ആണ്, അയാൾ എന്താ പറയുക, അയാൾക്ക് അറിയുന്നത് ഹാപ്പിനെസ്സിനെ ചേസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അയാൾ ഫോക്കസ് ചെയ്യുന്നത് അയാളൊരു സിംപ്ലിസിറ്റി, ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ഐറ്റങ്ങളൊന്നും വാങ്ങണില്ല, ഉള്ള സംഭവങ്ങൾ നല്ല രീതിയിൽ കൊണ്ടെടുക്കുക, നല്ല ആൾക്കാരോട് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പർപ്പസ്ഫുള്ളായി വർക്കൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി എന്താവും, കൂടുതൽ കാലം കഴിയുന്തോറും ഹാപ്പിനെസ് ഇങ്ങനെ ഉള്ളിലുള്ള ഫുൾഫിൽമെൻറ്റ് കൂടി വരും. അതേസമയം ഇയാളെന്താവും, കൂടുതൽ ടൈം കഴിയുന്നതനുസരിച്ച് ഡിപ്രസ്ഡ് ആയി വരുള്ളൂ. ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹാപ്പിനെസ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളും ഹാപ്പിനെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളും. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരപ്പെടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവ്സാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് റൂൾസ് ഞാൻ പറഞ്ഞുതരാം. റൂൾ നമ്പർ 1 എന്താ വെച്ചാൽ, നമുക്ക് ഹാപ്പി ആകാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഉറങ്ങണതിൻ്റെ മുമ്പുള്ള 1 അവറും നമ്മൾ എണീറ്റിട്ടുള്ള 1 അവറും, ഈ 2 സംഭവങ്ങളും ഈ 2 സ്ഥലങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മളെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ 2 സമയവും നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ സെൻസിറ്റീവായി നിൽക്കുന്ന ടൈമാണ്. ഒന്ന് നമ്മൾ ഉറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മളെ മൈൻഡ് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ ഇങ്ങനെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് കീപ്പ് ചെയ്യണം. അതുപോലെ രാവിലെ എണീക്കുമ്പോൾ നമ്മളെ ബ്രെയിന് ഫ്രഷ് ആയി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷനും പ്ലഷറും അതേപോലെ കമ്പാരിസണും കാര്യങ്ങളും ഒന്നായിട്ട് ആ ഇമോഷൻസിൻ്റെ ഒരു ഫ്ലഡിങ് അതിൻ്റെ ഉള്ളിൽ വരുത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ ദിവസം ഫുള്ള് കൊളായ പോലെ ആവും. അപ്പോൾ ഫസ്റ്റത്തെ 1 അവറും ലാസ്റ്റത്തെ 1 അവറും എന്ത് ചെയ്യുക, അതൊരു ഭയങ്കര സാക്രഡ് ആയിട്ടുള്ള ടൈം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. രണ്ടാമത്തെ റൂളാണ് റെഡ്യൂസ് കൺസംഷൻ, ഇൻക്രീസ് ക്രിയേഷൻ. അത് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ക്രിയേഷൻ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അത് ക്രിയേഷനിൽ പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ അത് ക്രിയേഷനിൽ പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ക്രിയേഷനിൽ പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആളാണെങ്കിൽ അത് ക്രിയേഷനിൽ പെട്ടു. എന്തൊരു സംഭവം ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് പുതിയൊരു സംഭവം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് പുതുതായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുക. ഇങ്ങനെ വരുന്ന എന്താണെങ്കിലും, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അതൊക്കെ എന്താണ്, ക്രിയേഷനാണ്. അപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അളവ് കുറയുന്നു, അതുപോലെ ക്രിയേഷൻ ചെയ്യുന്നതിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഇതെന്താണ്, നോർമലി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഒരു 5ഉം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു 1 ആണെന്നുണ്ടെങ്കിൽ 5:1 എന്നുള്ള റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ, ഇത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേഷൻ ചെയ്യുന്നത് 5ഉം കൺസ്യൂം ചെയ്യുന്നത് വെറും 1 ഉള്ളൂ. നമ്മൾ ഫുള്ള് ക്രിയേഷനിലാണ്, നമുക്ക് കൺസ്യൂം ചെയ്യാൻ വല്ല ടൈമില്ല. ഇതിലെപ്പോഴെങ്കിലും സ്ട്രഗിൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ജനറലി നമ്മളെ ഹാപ്പിനെസ് എന്താവും, മുകളിലോട്ട് പോകും. ഇനി മൂന്നാമത്താണ് നമ്മൾ പറഞ്ഞു എന്ത്, ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പീസ് ഓഫ് മൈൻഡാണ് അധികം ആൾക്കാർക്കും. അപ്പോൾ ഈ പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്ലോ സ്റ്റേറ്റ്. ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്, അല്ലെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് റീസെൻ്റ് ആയിട്ടുള്ളതും അതുപോലെ ഏർലിയർ ടൈംസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ചെറിയ എനിക്ക് ഡ്രോപ്പ് വന്നിരുന്നു. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യലുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യലുണ്ട്. അത് എന്തിനാ വെച്ചാൽ നെഗറ്റീവ് വോയിസുകൾ, മൈൻഡിൻ്റെ ഉള്ള വോയിസുകൾ ഡിസ്ട്രാക്റ്റ് ആവുന്നതും കുറക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നല്ല രീതിയിൽ ഫ്ലോ സ്റ്റേറ്റിൽ ഇരുന്നാണ്ട് കറക്റ്റ് ഐഡിയാസ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഫ്ലോ സ്റ്റേറ്റിൽ ഈസി ആയിട്ട് ഒന്നുകൂടി പോകാൻ വേണ്ടിയിട്ട്, ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ഇനി റൂൾ നമ്പർ 4 എന്ന് പറയുന്നത് സ്പെൻഡ് മോർ ടൈം ഇൻ നേച്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട്, മിക്കവാറും അടുത്ത വീഡിയോ തന്നെ ആയിരിക്കും, ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഔട്ട്ലേഴ്സ് ക്ലബിൻ്റെ ഉള്ളിൽ ആ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു കോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് അതിലുള്ള ഒരു മേജർ പോയിന്റ് വെച്ചാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ പറയുന്നൊരു സംഭവമാണ് എന്ത്, ഈ സ്പെൻഡ് ടൈം ഇൻ നേച്ചർ എന്നുള്ളത്. അപ്പോൾ ശരിക്കും മനുഷ്യന്മാരെ സംബന്ധിച്ച് ഓരോ വീട് ഏതാണ്, പ്രകൃതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അത്യാവശ്യം മരങ്ങളുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ടെക്നോളജി ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തുണ്ടാവും, പ്രത്യേകിച്ച് ചെരുപ്പൊക്കെ ഇടാതെ നമ്മൾ ആ പുല്ല് കൂടെ ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പല കെമിക്കൽസ്, സെറാട്ടോണിൻ പോലുള്ള സാധനങ്ങളൊക്കെ കൂടും, അതിൻ്റെ പ്രൊഡക്ഷൻ കൂടും. നമുക്ക് നാച്ചുറലി നമ്മളെന്താവും, നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, ഇങ്ങനത്തെ സാധനങ്ങൾ, സ്ട്രെസ് ലെവലും ഒക്കെ നേരെ അടിക്കണം പോകും. എന്നിട്ട് നമ്മളൊരു സമാധാനപ്പെട്ട ഒരു സ്റ്റേറ്റിലേക്ക് എത്തലുണ്ട്. അപ്പോൾ അത് ശരിക്കും സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. നമ്മളെ വീടാണ് ശരിക്കും എന്ത്, നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെൻഡ് മോർ ടൈം ഇൻ നേച്ചർ. ഓക്കെ, റൂൾ നമ്പർ 4 അതാണ്. ഇനി റൂൾ നമ്പർ 5 എന്ന് പറയുന്നത് നമ്മളെ റിലേഷണൽ വെൽബീയിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നല്ല കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റണേ, ഒന്നായിട്ട് കൊണ്ടുപോയാണ്ട് എല്ലാം കൊണ്ടുപോയാണ്ട് വേറെ ആളെ മുത്തേക്ക് കൊട്ടുക എന്നല്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രഗിൾസ് വരുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ 1-2 ആകെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ ഓപ്പണായി പറയണം. എനിക്ക് അറിയുന്ന ആൾക്കാർ കുറേ ഉണ്ട്, പക്ഷേ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വളരെ കുറവാണ്. കാരണം ഞാൻ അത്രയും ഇതിലെ ഫ്രണ്ട്സുകളെ സെലക്ട് ചെയ്യുള്ളൂ. ഞാൻ അത്രയും ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന ആളാണ്. എനിക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓലെ ഫ്രണ്ടാക്കി എടുക്കുള്ളൂ. അല്ലെങ്കിൽ ആ ഓലെ അറിയണ ആൾ, അല്ലെങ്കിൽ ഒപ്പം പഠിച്ച ആൾ, അല്ലെങ്കിൽ നാട്ടിലത്തെ ആൾ ഇങ്ങനെ കാണുള്ളൂ, ഫ്രണ്ടേ കാണില്ല. അപ്പം അങ്ങനെ ഉള്ള ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള, നമ്മളെ കെയർ ചെയ്യണ, നമ്മളും ഓലെ കെയർ ചെയ്യണ രീതിയിലുള്ള 1-2 ആൾക്കാർ മതി. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ നോക്കുക ലൈഫിൽ. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിട്ട് കളയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും നമുക്ക് കുറയും ചെയ്യും. അതുപോലെ നമുക്ക് ഒരുപാട് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. കാരണം അയാൾ നമ്മളെ ഗ്രോത്തേക്ക് ആഗ്രഹിക്കേണ്ടവ, നമ്മളും അയാളെ ഗ്രോത്തേക്ക് ആഗ്രഹിക്കേണ്ടവ. പക്ഷേ നമ്മൾ കൂടുതൽ ഫ്രണ്ട്സുകളും പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിക്കാരം. നമ്മളൊരു ഡൗൺഫാൾ ആയിക്കാരം, ഒരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം ഒഴിവാക്കിയിട്ട് നല്ല ആൾക്കാരെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ ശ്രമിക്കുക.
ഇനി റൂൾ നമ്പർ 6 എന്ന് പറയുന്നത് അത് ഞാൻ ആ മെൻ്റൽ ഹെൽത്ത് ഗൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പറഞ്ഞത് നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് 4 കെമിക്കലാണ് നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, അതുപോലെ എൻഡോർഫിൻസ്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ ChatGPT ചോദിച്ചാലും നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാലൊക്കെ കിട്ടും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതിനെ ഡോസ് എന്നുള്ള രീതിയിൽ ചുരുക്കി വിളിക്കലുണ്ട്. ഇത് TJ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായുണ്ട്, ന്യൂറോ സയൻറ്റിസ്റ്റ്. ഓൻ ഇതിനെക്കുറിച്ച് ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഓൻ്റെ പോഡ്കാസ്റ്റുകൾ കണ്ടാലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോപ്പമിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഡോപ്പമിൻ കൂടും. അതുപോലെ എന്താ പറയുക, ഓക്സിറ്റോസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ കൂടും. നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ നമ്മളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും സെറാട്ടോണിൻ്റെ അളവ് കൂടും. അതുപോലെ എൻഡോർഫിൻസ് നമ്മൾ ഫിസിക്കൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻഡോർഫിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി നമ്മളെ മൂഡ് ജനറലി ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനായിക്കാണ് വരുമ്പോഴാണ് നമുക്കറിയാം ഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ടോ, കാരണം ആൻറ്റി ഡിപ്രസൻസിലൊക്കെ ഉള്ളത് അധികം എന്താ അറിയോ, ഈ ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് കൊടുക്കുക ഈ സെറാട്ടോണിൻ്റെ ഒക്കെ വേർഷൻസ് ആണ്. അപ്പോൾ ഇത് നാച്ചുറലി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓവറാൾ മൂഡ് നമുക്കൊരു നല്ലൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോകാം. ഇനി റൂൾ നമ്പർ 7 ഫൈനൽ റൂളാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ആ ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ കേസിൽ പറഞ്ഞല്ലോ, അതായത് എനിക്ക് പെട്ടെന്ന് കമ്പാരിസൺ മോഡ് ഷിഫ്റ്റ് ആയി എന്നുള്ളത്. അപ്പോൾ അതിലുള്ളൊരു എക്സാമ്പിളാണ്, ഈവൻ എൻ്റെ വീഡിയോക്ക് ഇപ്പോൾ ഒരു 300K വ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ ആ കഥ പറഞ്ഞുതരാം. ഞാൻ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ CA ക്വിറ്റ് ചെയ്യുന്ന രീതിയിലൊരു ഷോട്ട് ഇട്ടു. ആ ഷോട്ടിന് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വ്യൂസ് വന്നു, ഒരു 300K ഒക്കെ വ്യൂസ് വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാലമായി അങ്ങനെ ഒരു വ്യൂസ് കിട്ടിയില്ല. ഞാൻ പണ്ടാണ് അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കിട്ടിയത്. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ വീഡിയോസ് വന്നതിന് ശേഷം പിന്നെ അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഇടയ്ക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ കിട്ടിക്കോട്ടെ. പിന്നെ അതേപോലെ വാല്യൂ ബേസറും കൊടുക്കുക, വാല്യൂ ബേസർ കുറക്കണ്ട, അതിൻ്റെ ഇടയിൽ ഇതും കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് പിന്നെ അങ്ങനെ ഒരു ട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ജെനുവിൻലി ഹാപ്പിയായി, എനിക്ക് ഒരു ഹാപ്പിനെസ് വന്നു. പക്ഷേ പിന്നെ ഞാൻ വേറെ എൻ്റെ സർക്കിളിലുള്ള വേറെ ക്രിയേറ്റേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ ഓൾക്ക് മില്യൺസ് ഓഫ് വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈവൻ ഇവിടെ എൻ്റെ പ്രോഗ്രസ് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ പ്രോഗ്രസ്സാണ്. അപ്പോൾ ഞാൻ ഹാപ്പി ആയെങ്കിലും ദ മൊമെൻറ്റ് ഐ സോ ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് മില്യൺസ് ഓഫ് വ്യൂസ്, ആ ഒരു ഹാപ്പിനെസ് അവിടെ നിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിസൺ നമുക്ക് എന്ത് ഇല്ല എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഹാപ്പിനെസ്സിനെ ശരിക്കും കട്ടെടുക്കുന്ന ഒരു സംഭവമാണ്, സ്റ്റീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, നമ്മൾ മൈൻഡിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമുക്ക് വരണമെന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പൊക്കെ അന്ന് എന്ത് നല്ല സംഭവങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. അതിന് വലിയ ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി. ഞാൻ എപ്പോഴും ഒരിക്കലും മറ്റൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കര രീതിയിൽ അഡ്വർടൈസ് ചെയ്യുന്ന ആളല്ല കേട്ടോ. അതായത് കുറേ നേരം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യുക, പിന്നെ മെഡിറ്റേഷൻ കുറേ നേരം ചെയ്യുക, പിന്നെ നേച്ചറിൽ വാക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അഫർമേഷൻ ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നേരമില്ല. എന്നെ സംബന്ധിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് രാത്രിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുമായിരിക്കാം, അത്രയ്ക്ക് എടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നോർമൽ ദിവസത്തിലൂടെ കടന്നു പോയത്, നമുക്ക് പ്രത്യേകിച്ച് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ വിചാരിച്ചോ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ. പക്ഷേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എഴുതാൻ ഇരിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുക, ഇന്ന് ഇങ്ങനെ ഓരോ നല്ല സംഭവങ്ങൾ ഉണ്ടായിക്കണില്ലേ, എനിക്ക് ഓൾറെഡി ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഹെൽത്ത് ഉണ്ടല്ലോ, എനിക്ക് ഫാമിലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ വെറുതെ സങ്കടപ്പെടുന്നത്, ഇതിനെ ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റ് എപ്പോഴാണ് വരിക, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഞാൻ പറയുന്നത്. ജനറലി നമ്മളെ കൂടുതൽ ഹാപ്പിയർ ആക്കും, അത്രേ ഉള്ളൂ. ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് വേണം, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. എന്നാൽ അതേസമയം ഉള്ള കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആയിക്കാണ്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അംബിഷനും വേണം, മുകളിലേക്ക് പോവും വേണം, ഡ്രൈവും വേണം. അതേസമയം ഉള്ള സംഭവങ്ങൾ നമ്മൾ എന്താവണം, ഗ്രേറ്റ്ഫുൾ ആവും വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ഈ സംഭവം മൊത്തം ഒന്ന് കൺക്ലൂഡ് ചെയ്താണ്ട് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരു ഗോളല്ല, ഒരു ഡെസ്റ്റിനേഷൻ അല്ല. അങ്ങനെ കാണരുത്. അങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ അവസാനം എന്ത് ചെയ്യുള്ളൂ, ഡിപ്രസ്ഡ് ആയിക്കാണ്ട് എൻഡപ്പ് ചെയ്യുള്ളൂ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ വെച്ചാൽ നമുക്കുള്ള സംഭവങ്ങൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുമ്പോൾ, നമുക്ക് മീനിങ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ബാക്കിയുള്ള പോലെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു മെയിൻ 5 ഡൊമൈൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇമോഷണൽ വെൽബീയിങ്, ഫിസിക്കൽ വെൽബീയിങ്, ഇൻ്റലക്ച്വൽ വെൽബീയിങ്, അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആ സംഭവങ്ങളിലൊക്കെ ഒരു അത്യാവശ്യം നമ്മളൊരു പ്രോഗ്രസ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നാച്ചുറലി നമുക്ക് വരുന്നൊരു സംഭവമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരു സൈഡ് എഫക്റ്റ് ആയിക്കണ്ട് നമുക്ക് ഹാപ്പിനെസ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പെർസ്യൂ ചെയ്യാൻ പറ്റില്ല, നേരെ അത് ഗോളാക്കിയാണ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴൊക്കെ നമ്മൾ ചെന്ന് ചാടുക ഹാപ്പിനെസ് ട്രാപ്പ് അല്ലെങ്കിൽ ഹാപ്പിനെസ് പാരഡോക്സിലായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ലൈഫിൽ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് നത്തിങ് റോങ് വിത്ത് യു. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആരും എപ്പോഴും ഹാപ്പി ഒന്നുമല്ല. ഹാപ്പിനെസ് ഉണ്ടാവുന്ന സംഭവം മൂവ്മെൻറ്റുകൾ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ നെഗറ്റീവ് ഇമോഷൻസും അപ്രീഷിയേറ്റ് ചെയ്യുക. നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടായതുകൊണ്ടാണ് എന്തുണ്ടാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അപ്പോൾ താങ്ക് യു ഫവാസ് അലി ഫോർ ഗിവിങ് മീ ദിസ് കൺസെപ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് എ വീഡിയോ. മൂപ്പരാണ് എനിക്ക് ഇതിനുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.